Hello, welcome back to my kitchen. ഞാൻ പ്രസീത. ഇനി ചെയ്യാൻ പോണത് ഒരു ഹെൽത്തി ആയിട്ടുള്ള റൈസ് റെസിപ്പിയാണ്. ഇതിൽ ഞാൻ ഡാൽഡയോ നെയ്യോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. മല്ലിയിലയും പുതിനയിലാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. നല്ലൊരു ഫ്രഷ് ഫീൽ വരുന്ന ഈ റൈസ് റെസിപ്പി നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു ഗ്രീൻ പേസ്റ്റ് ഉണ്ടാക്കണം. അതിന് വേണ്ടി പുതിനയിലയും മല്ലിയിലയും എടുക്കുക. ഇത് ഒരേ അളവിൽ എടുക്കാൻ നോക്കണം, കുറച്ച് കൂടുതൽ എടുക്കണം. പിന്നെ പച്ചമുളക് ഇടുക. ഇതാണ് ഇതിൻ്റെ അകത്ത് എരിവിനുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർക്കണം. ഒരു കഷ്ണം ഇഞ്ചിയും കൂടി എടുത്തിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി ഒരു പാത്രം എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഒലിവ് ഓയിൽ എടുക്കുക. ഞാൻ ഇതാ പറഞ്ഞത് ഡാൽഡയും നെയ്യും ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഒലിവ് ഓയിൽ 2 ടീസ്പൂൺ എടുത്തിട്ട് ഇതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക. പിന്നെ ജീരകം ചേർക്കണം. ഇതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ സവോള ചേർത്ത് കൊടുക്കണം. നീളത്തിൽ അരിഞ്ഞിട്ട് വേണം ചേർക്കാനായിട്ട്. വേറെ ഇൻഗ്രീഡിയൻറ്റും കാര്യങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് ചേർക്കുന്നില്ല. വളരെ കുറച്ച് സാധനങ്ങളെ ഉപയോഗിക്കുന്നുള്ളൂ. ഈ സവോളയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. വീണ്ടും വഴറ്റി ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ഗ്രീൻ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം, ഒരു തുള്ളി ഒഴിച്ച് കൊടുത്താൽ മതി. വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഈ ഗ്രീൻ പേസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വാട്ടുക. ഈ മിക്സിൽ ഇത്തിരി വെള്ളം വേണം. അല്ലാന്നുണ്ടെങ്കിൽ ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വേവിച്ച അരി ചേർക്കുമ്പോഴത്തേക്കും വല്ലാണ്ട് അങ്ങ് മിക്സ് ആവത്തില്ല. കുറച്ച് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ അരിയിലൊക്കെ നന്നായിട്ട് മസാല പിടിക്കും. അപ്പോൾ ബാസ്മതി റൈസ് ബോയിൽ ചെയ്ത് ചേർക്കുക. അപ്പോൾ ബോയിൽ ചെയ്യാൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് കഴുകി 20 മിനിറ്റ് കുതിർത്തതിന് ശേഷം ഉപ്പിട്ട് വേവിച്ചാണ്. വേറെ മസാല ഒന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. എപ്പോഴും തിന്നുന്ന റൈസിനേക്കാളും ഇച്ചിരി വെറൈറ്റി ആയിട്ട് ഒരു റൈസ് റെസിപ്പിയാണ്. പിന്നെ ഇപ്പോൾ ലൈറ്റ് അടിച്ചുകൊണ്ടാണ് ഇതിൻ്റെ ഗ്രീൻ കളർ നന്നായിട്ട് കാണാത്തത്. നല്ല ഗ്രീൻ കളറാണ് ഇതിപ്പോൾ. അപ്പോൾ ഒരു റീ നോക്കാം. ഈ ഹെൽത്തി ആയിട്ടുള്ള ഗ്രീൻ റൈസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. കുക്കുംബർ സാലഡിൻ്റെ ഒപ്പമാണ് ഇതിന് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക്